കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ഹോസ്റ്റൽ അധികൃതരുടെ അറിവോടെ ഇപ്പോഴും ഉണ്ടോ ഈ റാഗിങ്മാരൊക്കെ? ഇന്നലെ നീ വന്നില്ലായിരുന്നല്ല, അമ്മ എത്താലടി ഞാൻ വിളിച്ചതിൻ്റെ. എടാ എനിക്കല്ലേ എൻ്റെ ഇത്തിരി ചാട്ടം കൂടുതലാണ്. ഒരു മയത്തിലിരിക്കണം. കണ്ട ആളുകൾ എന്നൊക്കെ കാശ് മേടിച്ചും കഴിഞ്ഞിട്ട് ചോദിക്കാൻ വരുമ്പോൾ മെക്കിട്ടേറിയത് ഞാൻ കണ്ട മേടിച്ചാൽ കൊടുക്കൂല. അവനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണല്ലോ. അതൊക്കെ പോട്ടെ, അരക്കുള്ള ലോപ്പുണ്ടെന്ന് തപ്പിപ്പറിക്കാൻ ചിലപ്പോൾ 100 വീട്ടും. തപ്പിപ്പോയി കഴിഞ്ഞാൽ നല്ല കള്ളുപിടിക്കുക. എൻ്റെ വല്ല കാശുണ്ടാ? എൻ്റെ മൊട്ടുണ്ട്. അതല്ലടാ, നാടൻ തറാവിൻ്റെ മുട്ടിണ്ട് 5 അതുകൊണ്ട് കൊടുത്ത ടച്ചിങ്സിന് എന്തെങ്കിലും കിട്ടും. ഒരു വഴിയുണ്ട് സാധനം കിട്ടാൻ. പോയി മുട്ടണം. ദൈവമാണ്. അതാ ഗോപാലല്ലേ? ആ കിട്ടുമോ ചോദിച്ചു നോക്കാം. ഗോപാലേ, ഗോപാൽജി പണിയില്ലെന്ന്? ഇല്ല ചേട്ടാ, പണിയൊന്നുമില്ല, കുറവാണ്. 500 ഉണ്ടെങ്കിൽ ഓർഡറാ, വൈകിട്ട് തരാം. ചേട്ടാ എൻ്റെ പൈസ ഒന്നുമില്ല ചേട്ടാ. നിന്റെ കാണുമല്ലേ ചേട്ടാ, സത്യമായിട്ടും പണിക്ക് പോണല്ലേ? പണിയില്ലാണ്ടാണ് ചേട്ടാ, വീട്ടിലായിട്ട് അയച്ചു കൊടുത്തിട്ടില്ല ചേട്ടാ. നിന്റെ ഇല്ല ചേട്ടാ, ഇല്ല ചേട്ടാ, എന്ത് പണി? കാശില്ലാണ്ടാണ് ചേട്ടാ. എന്റെ പൈസ ഇല്ല ചേട്ടാ. ഇല്ല ചേട്ടാ. भैया जी क्या बोल रहा वैनर ए सिकंदर, मेरा पैसा दो आदमी. कुछ से जा सिकंदर अल्लाह कुकंबर जा रहा मेरा पैसा दे दे. सिकंदर चलो भाई, ये मलयाली आदमी जीरा भी जाएगा मुश्किल है, अभी हमको काम नहीं मिल रहा है. मेरा पैसा देना भैया. भैया मेरा पैसा देना. ചേട്ടാ ചേട്ടാ എന്റെ പൈസ ചേട്ടാ. കളി എന്താണ് പ്രശ്നം? കണ്ടോ എന്ത് പ്രശ്നം? എന്റെ പൈസ മേടിച്ചിട്ടോ? അവന്മാര് തരണില്ല ചേട്ടാ. തരണില്ല ചേട്ടാ. എന്റെ പൈസ ഇങ്ങോട്ട് വന്നേടാ, നാളില്ലാത്തവന്മാരെ ഇങ്ങോട്ട് വന്നേടാ. വന്ന് നീക്കി വെറും ചെറുക്കാത്തവന്മാരാ. നീ പിന്നെ കാശ് മേടിച്ചടാ. എന്തായി? എടാ നീയൊക്കെ കുടിച്ചിട്ട് വലിച്ചേരാ കുപ്പിയും പാട്ടം പറക്കി ജീവിക്കുന്ന പാവങ്ങളുടെമാര് ഇതിനേക്കാൾ പിച്ച് തട്ടി കയറ്റി തെണ്ടിയാളെ. വേണ്ട, വിട് വിട് വിട്. നിനക്കുള്ള പണി ഇന്ന് വൈകുന്നേരം തന്നിരിക്കും. ഓ പിന്നെ വൈകുന്നേരം കിട്ടും. നീ എന്നെ കിട്ടും നിനക്ക്. भैया ये लोग आदमी कचरा कचरा है, छोड़ दो. मेरा पैसा मुश्किल नहीं है. വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ട ചേട്ടാ. അവനോട് പണി തന്നെ കൊടുക്കണം. നീ ഒന്നടങ്ങടാ. അവനെ ഞാനില്ല നിന്റെ കൂടെ, നിന്നെ കൊടുക്കാം കേട്ടാ. സമാനപ്പെടു നീ. അവന് ഇനി മുന്നോട്ട് പോകുമ്പോഴാണ്. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഇന്ന് വൈകുന്നേരത്തുള്ളി ഞാൻ കണ്ടിരിക്കും കേട്ടോ. നീ പേടിക്കണ്ട, പിന്നെ ആരോട് പറയണ്ട. ഓക്കെ ചേട്ടാ. Cheers. പറഞ്ഞോട് വെച്ചടാ. ബേബി എന്നെത്ര ആലോചിക്കണേ? ഇത് പിടിച്ചടാ. നീ ഇതങ്ങടെ അടിച്ചേ.
ഒരു ചെറുതുണ്ടോയിക്കടാ. എടാ, ഒരു ബെൻസ് കാറി കയറാന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അത് സ്വന്തമാക്കണം എന്നായി. ഒരു ടൂ വീലർ മേടിക്കാൻ കാശില്ലാത്ത നമുക്കൊക്കെ ഇതൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം കൂട്ടി കൂട്ടി വെച്ച് ഒരു കുടി വിറ്റ് മൂടാൻ പറ്റുമോ? ഇല്ലല്ല. അതാ ഞാൻ പറഞ്ഞ നിങ്ങളോട് ഈ 500-ൻ്റെ 1000-ൻ്റെ ഈ ലോക്കൽ കളി അവസാനിപ്പിക്കാൻ. എനിക്കറിയാല, കടവും കടത്തിൻ്റെ കൂടായിട്ട് കഴുത്തോളം മുങ്ങിക്കണ സമയമാണ്. ഈ സമയത്ത് ആരാണോ ഒരു പിടിവള്ളി ഇട്ടിരുന്നത് അതീ പിടിച്ച് കയറും അല്ലടാ. ആകെ കൈ മുതലായിട്ടുള്ളത് ഈ തണ്ടും തടിയും ചങ്കുറ്റവും മാത്രമാണ്. നീ എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കും, ചതിക്കൂല. എളുപ്പത്തിൽ പണുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മളെ മണ്ണ്. ഈ മലയാളിയുടെ പണത്തോടുള്ള ആർത്തി മാറാത്തോടത്തോളം കാലം എന്ത് തട്ടിപ്പടത്തിയാലും ഇരകൾ വീണുകൊണ്ടിരിക്കും. ഈ ശബരിനാഥനും ബോൺസനും അനന്തകൃഷ്ണനും ബില്ലിയൊന്നും അവസാനത്തെ പേരുകളല്ല. ഇരകൾ ഇനി വീണുകൊണ്ടിരിക്കും. പുതിയൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കണ്ണടച്ച് തുറക്കണേ മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു പുതിയ ലോകം തരാം. കൂടെ നിൽക്കാൻ പറ്റുമോ? പണം കൊണ്ട് എങ്ങനെ ഈ ലോകത്തെ കീഴടക്കളാന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.